16 വർഷത്തെ ബ്ലസ്സിയുടെയും അണിയറക്കാരുടെയും കാത്തിരിപ്പിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ആടുജീവിതം എന്ന സിനിമ. വലിയൊരു കഷ്ടപ്പാടിന്റെ ഫലമായ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് തൊട്ടടുത്ത ദിവസം തന്നെ ഇന്റർനെറ്റിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് സിനിമയെ ബഹുമാനിക്കുന്ന ഏതൊരു പ്രേക്ഷകനും സഹിക്കാനാവില്ല. എന്ന് മാത്രമല്ല, നിയമവിരുദ്ധവുമാണ്. അത്തരമൊന്നാണ് കാനഡയിൽ സംഭവിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വൻ വിജയത്തോടെ സിനിമ മുന്നേറുമ്പോൾ കാനഡയിലാണ് ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത്. IPTV എന്ന പേരിൽ ലഭിക്കുന്ന ചാനലുകളിലൂടെയാണ് ചിത്രത്തിന്റെ വ്യാജൻ പ്രചരിക്കുന്നത്. പാരി മാച്ച് എന്ന ലോഗോയും ഈ വ്യാജ പതിപ്പിൽ കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ കായിക മത്സരങ്ങളിൽ വാതുവെപ്പ് നടത്തുന്ന ഒരു കമ്പനിയുടേതാണെന്നാണ് സൂചന. കാനഡയിലും അമേരിക്കയിലുമെല്ലാം ചിത്രങ്ങൾ റിലീസ് ആയാൽ ഉടനെ തന്നെ ആ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ പെട്ടെന്ന് തന്നെ ഇത്തരം IPTVകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പതിവാണ്. കാനഡയിൽ മാത്രമല്ല, ഇത്തരമൊരു പ്രവണത കേരളത്തിലും ഒട്ടും കുറവല്ല. നിയമത്തിന് എതിരാണെങ്കിൽ പോലും ഒരു കൂസലുമില്ലാതെയാണ് തിയേറ്ററുകളിൽ ആളുകൾ മൊബൈലിൽ സിനിമ പകർത്തുന്നത്. സിനിമകൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെലഗ്രാം പോലുള്ളവയിൽ അവിടെ തിയേറ്റർ പ്രിന്റ് ലഭ്യമാകുന്നത് ഇപ്പോൾ സാധാരണ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നതിനെതിരെ ചിത്രത്തിന്റെ സംവിധായകനായ ബ്ലസ്സി ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലും സൈബർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ചെങ്ങന്നൂരിൽ നിന്നും ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. സി സിനിമാസ് തിയേറ്റർ ഉടമയുടെ പരാതിയിലും കൂടെയാണ് സിനിമ കാണാനെത്തിയ ഒരാളെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് വിവരങ്ങൾ. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ആളുടെ മൊബൈലിൽ ദൃശ്യങ്ങൾ കാണുന്നില്ലെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് വ്യക്തമാക്കിയത്. ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിയേറ്ററിലിരുന്ന് താൻ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നുവെന്നാണ് കസ്റ്റഡിയിലുള്ളയാൾ പോലീസിന് നൽകിയ മൊഴി. അതേസമയം സീരിയൽ നടിയും യൂട്യൂബ് ബ്ലോഗറുമായ ആലിസ് ക്രിസ്റ്റി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച ഒരു വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു. റിലീസ് ദിനത്തിൽ തന്നെ ആടുജീവിതം സിനിമ കാണാൻ പോയപ്പോൾ തിയേറ്ററിലിരുന്ന് ഒരാൾ മുഴുവൻ സിനിമയും ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് താരം കണ്ടിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് തിയേറ്റർ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും അപ്പോൾ വേണ്ട പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതോടെ താരം തന്നെ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയുമായിരുന്നു. ഇത്തരം ആളുകൾ പിടിക്കപ്പെട്ടാൽ പകർപ്പവകാശ ലംഘനം എന്ന കുറ്റം ചുമത്തി കുറ്റവാളിയെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അത് 6 മാസം മുതൽ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 2 ലക്ഷം വരെ നീട്ടാവുന്ന 50,000-ൽ കുറയാത്ത പിഴയോ അടയ്ക്കേണ്ടുന്ന കുറ്റമാണ്. ഇതാദ്യമായല്ല ഇത്തരമൊന്ന് സംഭവിക്കുന്നത്. 2015-ൽ നിവിൻ പോളിയുടെ പ്രേമം ഇറങ്ങിയ സമയത്താണ് ഇത്തരമൊരു സംഭവം നിയമത്തിനും മാധ്യമങ്ങൾക്കും മുന്നിൽ ശ്രദ്ധ നേടുന്നത്. എന്നാൽ അതിനും എത്രയോ മുൻപ് തന്നെ ഇത് നിലവിലുണ്ട്. നിയമങ്ങൾ ഇത്ര ശക്തമായിട്ടും വീണ്ടും വീണ്ടും ഇത്തരം പ്രവണത ആവർത്തിക്കപ്പെടുന്നത് വളരെ മോശമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.